പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ സിനിമകളിലാണ് ഹാസ്യ കഥാപാത്രങ്ങളെ കുറിച്ചിട്ട് കേട്ടിട്ടുള്ളത്. എത്രയോ ഹാസ്യ കഥാപാത്രങ്ങൾ. ഇന്നത്തെ സിനിമയിൽ അങ്ങനെ ഹാസ്യ കഥാപാത്രം എന്ന് പറഞ്ഞൊരു കഥാപാത്രം അങ്ങനെ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ പഴയകാല സിനിമകളിൽ എത്രയോ പതിറ്റാണ്ടുകൾ കഴിഞ്ഞാണെങ്കിലും അടൂർ ഭാസി, ബഹദൂർ, കുഞ്ചൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹാസ്യ കഥാപാത്രങ്ങളുണ്ടല്ലോ, അവരെ നമുക്ക് മറക്കാൻ കഴിയും. ഇപ്പോഴും പൂർണ്ണമായി അങ്ങനെയുള്ളവരില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ സൂരജ് വെഞ്ഞാറമൂട് എന്നൊക്കെ പറയുന്നുള്ള ചില ഹാസ്യ കഥാപാത്രങ്ങൾ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്, സിനിമയിലുണ്ട്. എന്നാലും ഹാസ്യ കഥാപാത്രങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം കഥാപാത്രത്തിന് ഇപ്പോഴത്തെ സിനിമകളിൽ വലിയ സ്ഥാനമില്ല എന്ന് നമ്മൾ പറയും. പക്ഷേ എന്നാലും പഴയകാല ഹാസ്യ കഥാപാത്രങ്ങൾ നമുക്ക് മറക്കാൻ കഴിയില്ല. പക്ഷേ സുഹൃത്തുക്കളെ, രാഷ്ട്രീയത്തിൽ ഹാസ്യ കഥാപാത്രങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഒരിക്കലും ചർച്ച ചെയ്തിട്ടില്ല. കാരണം രാഷ്ട്രീയത്തിൽ ഹാസ്യ കഥാപാത്രം എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഒരു മേഖലയാണ്. വളരെ ഗൗരവത്തോടുകൂടി ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണല്ലോ ഈ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഹാസ്യ കഥാപാത്രത്തിന് സ്ഥാനം അങ്ങനെ ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. എന്നാൽ കഴിഞ്ഞൊരു 10-15 ദിവസത്തെ അനുഭവം നമ്മൾ എടുത്ത് നോക്കിയാൽ രാഷ്ട്രീയത്തിലും ഹാസ്യ കഥാപാത്രമുണ്ടോ എന്നുള്ള സംശയം നമ്മളെ മനസ്സിനെ വല്ലാതെ ബാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി രാഷ്ട്രീയത്തിൽ ഒരു ഹാസ്യ കഥാപാത്രം ജനിച്ചിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. നമുക്കറിയാം, രാഷ്ട്രീയ നേതാക്കന്മാരിപ്പം ഹാസ്യാത്മകമായി കാര്യങ്ങൾ സംസാരിക്കുന്ന, ഫലിതങ്ങൾ ഒക്കെ പ്രസംഗത്തിൽ കൊണ്ടുവരുന്ന നേതാക്കന്മാർ നമുക്കുണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് വി കെ നായനാർ, അദ്ദേഹം ഒരുപാട് ഫലിതങ്ങൾ പറയുമായിരുന്നു. ആ ഫലിതങ്ങൾ കേട്ട് നമ്മൾ പൊട്ടിച്ചിരിക്കുകയും ചെയ്തു. പക്ഷേ ഇ കെ നായനാരെ നമ്മളൊരു ഹാസ്യ കഥാപാത്രമായി അടയാളപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം ഫലിതങ്ങൾ പറയും, അത് നമ്മൾ ആസ്വദിക്കും എന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു ഹാസ്യ കഥാപാത്രം ജനിച്ചിരിക്കുന്നു. ആ ഹാസ്യ കഥാപാത്രത്തിൻ്റെ പേരാണ് ശ്രീമാൻ എം വി ഗോവിന്ദൻ. അദ്ദേഹത്തെ എം വി ഗോവിന്ദൻ മാസ്റ്റർ എന്നും ചിലർ വിളിക്കും. ഞാനങ്ങനെ വിളിക്കാറില്ല. എം വി ഗോവിന്ദൻ മാസ്റ്റർ എന്ന് വിളിക്കുമ്പോഴത്തേക്കും അത് വടക്കൻ കേരളത്തിലൊക്കെ സ്കൂൾ അധ്യാപകരെയാണ് മാസ്റ്റർ എന്ന് വിളിക്കുക. അദ്ദേഹം ഒരു ഡ്രിൽ മാസ്റ്ററായിരുന്നു. അദ്ദേഹം പാർട്ടിയിൽ ചേർന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിൽ എത്തി. അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയുമായി. പക്ഷേ കഴിഞ്ഞൊരു 10-15 ദിവസത്തെ അനുഭവങ്ങൾ പ്രത്യേകിച്ചും നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തെ കേരള രാഷ്ട്രീയത്തിലെ ആദ്യത്തെ ഹാസ്യ കഥാപാത്രമായി നമ്മൾ വിലയിരുത്തേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം കഴിഞ്ഞ ഏതാനും ദിവസമായി CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ LDF കാസർഗോഡ് നിന്ന് തുടങ്ങിയ ഒരു ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ജാഥ എനിക്ക് 1-2 ദിവസങ്ങൾ കഴിയുമ്പോൾ ആ ജാഥ പര്യവസാനിക്കും. 3 ജാഥകളുണ്ടായിരുന്നു. അതിലൊരു ജാഥ നേതൃത്വം നൽകുന്നത് ഇദ്ദേഹമാണ്, CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ. 2 CPI-യുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ ബിനോയ് വിശ്വം നേതൃത്വം നൽകിയൊരു ജാഥ, അത് പുത്തരിക്കണ്ടത്ത് അവസാനിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മറ്റൊരു ഘടകകക്ഷിയുടെ നേതാവായിട്ടുള്ള ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന ജാഥ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കലൂരിലും അവസാനിച്ചു. ഈ ജാഥ ഇപ്പം ഏതാണ്ട് ഉടനെ അവസാനിക്കും എന്നാ തോന്നുന്നു ഗോവിന്ദൻ മാസ്റ്ററുടെ ജാഥ. സുഹൃത്തുക്കളെ, ഗോവിന്ദൻ മാസ്റ്ററുടെ ആ ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഇന്നലെ വരെ ആ ജാഥ ഒരു ഹാസ്യ കലാജാഥയായി മാറി എന്ന് പറഞ്ഞാലും അതിൽ അത്ഭുതമില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. നമുക്കറിയാം, ഈ ജാഥയുടെ ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ എല്ലാ ദിവസവും രാവിലെ എം വി ഗോവിന്ദൻ്റെ മാധ്യമപ്രവർത്തകരോടുമായിട്ടുള്ള ഒരു പത്രസമ്മേളനം ഉണ്ടാവും. ആ പത്രസമ്മേളനത്തിൽ വളരെ ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ ആണ് ചർച്ച ചെയ്യേണ്ടത്. അതായത് 3ാമത് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ട് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ പത്രസമ്മേളനം. അതുപോലെ തന്നെ പ്രതിപക്ഷങ്ങൾക്കെതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്ന ഒരു വേദി, അതൊക്കെയാണ് ഈ പത്രസമ്മേളനം. ഈ പാർട്ടി സെക്രട്ടറിയുടെ, ഈ ജാഥ ക്യാപ്റ്റൻ്റെ എല്ലാ ദിവസവും രാവിലത്തെ പത്രസമ്മേളനം. പക്ഷേ ആ പത്രസമ്മേളനങ്ങൾ ഓരോന്ന് കഴിയുമ്പോഴും എന്താ സംഭവിക്കുന്നത്? ആ പത്രസമ്മേളനങ്ങൾ ഓരോന്ന് കഴിയുമ്പോഴും ജനം ഇയാളുടെ ഓരോ സംഭാഷണങ്ങളും ഇയാളുടെ ഓരോ വാദഗതികളുമൊക്കെ കേട്ട് പൊട്ടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ എല്ലാ ദിവസവും ഉണ്ടായിരിക്കുന്നത്. എനിക്കൊന്ന് അയാളുടെ ഈ മാധ്യമ സമ്മേളനത്തിൻ്റെ വ്യൂവർഷിപ്പ് ഇപ്പോൾ കൂടിയിട്ടുണ്ട്. ആ വ്യൂവർഷിപ്പ് കൂടാൻ കാരണം CPM-ൻ്റെ ജാഥയ്ക്ക് ജനങ്ങളുടെ കിട്ടിയിരിക്കുന്ന ഒരു അംഗീകാരമല്ല, മറിച്ച് ഈ എം വി ഗോവിന്ദൻ പറയുന്ന ഫലിതം കേട്ട് ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഇപ്പോൾ കൂടുതലായി ഇയാളുടെ ഈ മാധ്യമ സമ്മേളനം യൂട്യൂബിൽ കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാലോ, ഈ ജാഥ തുടങ്ങുന്ന സമയത്ത് പയ്യന്നൂരുണ്ടായ സംഭവം.
പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റി അംഗം, അവിടെ ധനരാജ് തട്ടിപ്പ്, പയ്യന്നൂർ MLA ആയിട്ടുള്ള TA മധുസൂദനൻ നടത്തിയ ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം പ്രകമ്പനം കൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ ജാഥ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ വി കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ വിഷയവുമൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഉയരുമല്ലോ. കാരണം അദ്ദേഹം ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു. അദ്ദേഹം ഈ വിഷയം ഉന്നയിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി നിൽക്കുന്ന സമയത്താണ് അവിടുന്ന് ജാഥ തുടങ്ങുന്നത്. സ്വാഭാവികമായും ആ വിഷയം ഗോവിന്ദനോട് പത്രപ്രതിനിധികൾ ചോദിക്കും എന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ വളരെ അച്ചടക്കത്തോടുകൂടി, വളരെ ഗൗരവത്തോടുകൂടി ആ വിഷയത്തെ സമീപിച്ച് പാർട്ടിയുടെ സമീപനം അതെന്തുമായിക്കൊള്ളട്ടെ, ആ സമീപനം മാധ്യമപ്രവർത്തകരോട് പറയുന്നതിന് പകരം ഇയാളുടെ പ്രതികരണം എന്തായിരുന്നു നമ്മളൊന്ന് ഓർത്തു നോക്കി. ഇയാൾ ഏതാണ്ട് ഈ സ്കൂൾ പിള്ളേർ കാണിക്കുന്നത് പോലെ പൊട്ടിത്തെറിക്കുകയാണ് ഇയാൾ ചെയ്യുന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യം എന്താണ്? അയാൾ പാർട്ടി ശത്രുക്കളുടെ കോടാലി കൈയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളങ്ങ് കിടന്നങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് സുഹൃത്തുക്കളെ. ചോദിച്ചു അവസാനം അയാൾ വന്നിട്ട് അയാൾ പറയുകയാണ് ഈ ഈ ഫണ്ട് തട്ടിപ്പിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ പാർട്ടി എത്ര പണം പിരിച്ചു, അതെങ്ങനെ ചെലവഴിച്ചു എന്നത് പൊതുജനങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ തനിക്ക് മനസ്സില്ല എന്ന് അയാൾ പറയുകയാണ്. മനസ്സില്ലെന്ന് എങ്ങനെയുണ്ട് ആലോചിച്ച് നോക്കും. CPM എന്ന് പറഞ്ഞൊരു പാർട്ടി, തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി. ആ പാർട്ടി ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണം തട്ടിച്ചു എന്നുള്ള വിമർശനം ഉയർന്നു വരുമ്പോൾ ആ പണം പിരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിക്കകത്ത് ചർച്ച നടത്തുമെന്ന് ചോദിച്ചപ്പോൾ മനസ്സില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് പാർട്ടി അണികൾ പോലും ഇരുന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം എവിടെയോ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം പറയുകയാണ്, പിണറായി വിജയൻ്റെ സർക്കാർ മൂന്നാമത് അധികാരത്തിൽ വന്നാൽ നിഘണ്ടുവിൽ നിന്ന് പാവപ്പെട്ടവർ എന്നുള്ള വാക്ക് തന്നെ ഒഴിവാക്കും എന്ന്. ഏത് നിഘണ്ടുവിൽ നിന്ന് പാവപ്പെട്ടവർ എന്നുള്ള വാക്ക് പിന്നെ നിഘണ്ടുവിൽ ഉണ്ടാവില്ല അദ്ദേഹം പറയുക. അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവങ്ങൾ കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം കേരളത്തിനെ അതിദരിദ്ര വിമുക്ത സംസ്ഥാനമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനുള്ളിൽ തന്നെ പ്രഖ്യാപിച്ച് കഴിഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതാണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചതെങ്കിലും അദ്ദേഹം പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണ്? അദ്ദേഹം പറഞ്ഞത് പാവപ്പെട്ടവരെന്നുള്ള വാക്ക് നിഘണ്ടുവിൽ ഉണ്ടാവില്ല പിണറായി വിജയൻ വന്നപ്പോൾ. എങ്ങനെയുണ്ട്? എങ്ങനെ ആളുകൾ ചിരിക്കാതിരിക്കും? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് അദ്ദേഹം വലിയ താത്വികമായിട്ടുള്ള വലിയ പരിവേഷമൊക്കെ അതിന് നൽകി. ഈ ലോക മുതലാളിത്തത്തിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാദഗതികൾ, പണക്കാരൻ കൂടുതൽ പണക്കാരനാവുന്നു, ദരിദ്രൻ കൂടുതൽ ദരിദ്രനാവുന്നു. അപ്പോൾ സ്വാഭാവികമായും പിണറായി വിജയൻ ഒരു തവണയും കൂടെ അധികാരത്തിൽ വന്നാൽ ഏതാണ്ട് ഒരു വികസിത രാജ്യത്തിൻ്റെ നിലവാരത്തിലേക്ക് കേരളത്തെ കൈപിടിച്ചുയർത്തും എന്നൊക്കെ ഗോവിന്ദൻ പറയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ചിരിക്കാതിരിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് ചിരിക്കാതിരിക്കാൻ കഴിയുന്നത്? അതുപോലെ തന്നെ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ പുച്ഛരസത്തിലും പരിഹാസത്തിലും ഒക്കെ പറയുന്നത് സോണിയാഗാന്ധി സോണിയാഗാന്ധിക്ക് ചരട് കെട്ടി കൊടുത്തില്ലേ ഉണ്ണികൃഷ്ണൻ പൊറ്റി? അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലായില്ലേ? അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തില്ലേ? അതിനെക്കുറിച്ച് അത് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ? 2004 ദേവസ്വം മന്ത്രിയായിരുന്ന KC വേണുഗോപാലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കൊണ്ടുവന്നത് എന്നാണ് ഈ ഗോവിന്ദൻ എന്ന് ഞാനിപ്പോൾ പറയാറില്ല, ഗോവിന്ദൻ എന്നേ പറയാറുള്ളൂ, അയാൾ പറയുന്നത്. എന്നാൽ ആലോചിച്ച് നോക്കണം. CPMൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള A പത്മകുമാർ ഈ ശബരിമല പെരുങ്കൊള്ളയിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തു പ്രഥമദൃഷ്ട്യാ തെളിഞ്ഞതിനെ തുടർന്ന് 2-2.5 മാസമായിട്ട് ജയിലിൽ കിടക്കുമ്പോഴാണ്, അതോടൊപ്പം തന്നെ N വാസു എന്ന് പറഞ്ഞ ആളും ജയിലിൽ കിടക്കുമ്പോഴാണ് ഈ ഗോവിന്ദൻ വന്നിട്ട് 2014 കണ്ട് സോണിയാഗാന്ധിയെ കാണാൻ ചെന്നപ്പോൾ ചരട് കെട്ടിയതിനെ കുറിച്ചിട്ട് വാചാലനാവുന്ന ആളുകൾ പിന്നെയും പൊട്ടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവസാനം വന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്തത് എന്താണ്? അതാണ് എല്ലാവരും തലതല്ലി ചിരിച്ചു പോയ സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഒരു പ്രായമായ മനുഷ്യൻ, ഒരു മുസ്ലിം സമുദായത്തിലുള്ളൊരു മനുഷ്യൻ സ്റ്റേജിൽ കയറി വരുന്നു. അയാൾ കുറച്ച് പൈസ എടുത്തിട്ട് ഗോവിന്ദൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്നു. പൈസ എടുത്തിട്ട് പൈസ എണ്ണിയിട്ട് പറയുന്നു, ഇത് ക്ഷേമ പെൻഷനാണ്, എനിക്ക് LDF സർക്കാർ തന്നതാണ്, UDF സർക്കാർ വന്നാൽ ഇത് നിർത്തലാക്കും. ആ പാവപ്പെട്ട മനുഷ്യൻ പറയുകയാണ്, ദരിദ്രനായിട്ടുള്ള മനുഷ്യൻ പറയുക. ഉടനെ തന്നെ ഗോവിന്ദൻ ആ പണം മേടിച്ചിട്ട് അത് മടക്കി ഈ മനുഷ്യൻ്റെ പോക്കറ്റിലേക്ക് വെച്ച് കൊടുക്കുന്നു. അത് വലിയ തോതിൽ CPMൻ്റെ പ്രവർത്തകർ വൈറലാക്കി. കാരണം CPM സർക്കാർ വന്നപ്പോഴാണ് ഈ ക്ഷേമ പെൻഷൻ കൊടുത്തത്. ഇത് UDF വന്നാൽ ഇത് നിർത്തലാക്കും
ഇതാണല്ലോ പറയുന്നത്. പിന്നീട് നമ്മൾ അറിഞ്ഞെന്താണ്, പിന്നീട് ഇയാൾ തന്നെ വന്നിട്ട് ഇത് മനഃപൂർവ്വം ചെയ്യിപ്പിച്ചതാണ്, ഇത് ടെയിലേർഡാണ്, ഇത് സ്വാഭാവികമായി ചെയ്തതല്ല എന്ന് വന്നു. അത് പിന്നീട് CPM-കാർ വരട്ടിയിട്ട് അയാളെ കൊണ്ട് തിരിച്ചു പറയിപ്പിച്ചൊക്കെ ചെയ്തെങ്കിലും ഇത് മനഃപൂർവ്വം കെട്ടിച്ചമച്ച ഒരു കഥയാണ് എന്ന് വന്നു. എന്നാലോചിച്ച് നോക്കും, എങ്ങനെയാണ് നമുക്ക് ചിരിക്കാതിരിക്കാൻ കഴിയുക? എന്നാലോചിച്ച് നോക്കണം. ഇലക്ഷൻ്റെ തൊട്ടു മുമ്പ് അടുത്ത തവണ CPM അധികാരത്തിൽ വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ജാഥയുടെ ക്യാപ്റ്റൻ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കുന്ന ഒരു ജാഥ ശരിക്കും ഒരു വികസന മുന്നേറ്റ ജാഥയ്ക്ക് പകരം ഒരു ഹാസ്യ കലാജാഥയായി അത് അധപ്പതിച്ചു എന്നതിൻ്റെ ചില ഉദാഹരണങ്ങൾ മാത്രമേ നമ്മൾ പറയാൻ ഒരുപാടുണ്ട്. സമയപരിമിതി കൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി രാഷ്ട്രീയത്തിൽ ഒരു ഹാസ്യ കഥാപാത്രത്തെ നമുക്ക് സമ്മാനിച്ചുകൊണ്ടാണ് CPM-ൻ്റെ വികസന മുന്നേറ്റ ജാഥകളിൽ ഒന്ന് അവസാനിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഹാസ്യ കഥാപാത്രം ജനിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഹാസ്യ കഥാപാത്രം സൃഷ്ടിക്കപ്പെടുന്നത് എന്നും കൂടി നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക.